നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടേബിളുമായി ബന്ധപ്പെട്ട ചില CSS പ്രോപ്പർട്ടീസ് ആണ്. സോ ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ടേബിളിനൊരു ബോർഡർ കൊടുക്കാം. സോ ഞാനിവിടെ ടേബിൾ ബോർഡർ ഒരു 1 പിക്സൽ സോളിഡ് ബ്ലൂ കളർ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ബോർഡർ ലഭിക്കുന്നതാണ്. സോ ഞാനൊരു 2 പിക്സൽ കൊടുത്തു നോക്കാം. 2 പിക്സൽ. സോ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ നമ്മളിപ്പോൾ ടേബിളിന് മാത്രമാണ് ഈ ബോർഡർ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ടേബിളിനും അതുപോലെ തന്നെ ഈ ഹെഡറിനും അതുപോലെ ഡാറ്റയ്ക്കെല്ലാം കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ടേബിൾ TH, ഇന്ന് കൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതാണ്. സോ അടുത്തായി നമുക്ക് ടേബിളിൻ്റെ വിഡ്ത്ത് നമുക്ക് 100% ചെയ്യാം. സോ 100% ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നമ്മുടെ വിൻഡോയുടെ അനുസരിച്ചുള്ള ഒരു വിഡ്ത്ത് അതിന് ലഭിക്കുന്നതായിരിക്കും. സോ 100% കൊടുക്കാം. സോ ഇതുപോലെയുള്ളൊരു വിഡ്ത്ത് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു ബോർഡേഴ്സ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ഒരു വൈറ്റ് ഗ്യാപ്പ് കാണാൻ കഴിയും. സോ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്കിവിടെ ബോർഡർ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് നമ്മൾ കൊളാപ്സ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് പോയി കിട്ടുന്നു. ഇനി നമുക്ക് ഹെഡിങ്ങിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് കുറച്ച് കൂട്ടാം. സോ നമുക്ക് താഴെ വന്നതിന് ശേഷം TH എന്ന് സെലക്ട് ചെയ്യുക. TH എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈറ്റ് ഒരു 30 പിക്സൽ കൊടുക്കാം. 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഹെഡിങ്ങിൻ്റെ ഹൈറ്റ് കുറച്ച് വലുതാവുന്നതാണ്. അതുപോലെ നമുക്ക് TDക്കും നമുക്കതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. TD നമുക്ക് ഹൈറ്റ് ഒരു 25 പിക്സൽ കൊടുക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഹൈറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ TDയുടെ അലൈൻമെൻറ്റ് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് നമുക്കിതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് അലൈൻ നമുക്ക് സെൻറ്റർ കൊടുക്കാം. സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലോട്ട് വരുന്നതാണ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് വരുന്നതാണ്. സോ അതുപോലെ നമുക്ക് ഇനി THൻ്റെയും TDയുടെയും ഏത് നമുക്ക് കൊടുക്കാൻ സാധിക്കും? വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വെർട്ടിക്കൽ അലൈൻ. സോ നമുക്ക് ഈ ഐറ്റം താഴോട്ട് നിൽക്കണം, മുകളിലോട്ട് നിൽക്കണം, അതിൽ മിഡിൽ നിൽക്കണം എന്നാണ്. സോ നമ്മൾ ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം ഇവിടെ മനസ്സിലാൻ സാധിക്കും. സോ ഇത് മുകളിലോട്ട് പോയി നിൽക്കുന്നു. അതുപോലെ ബോട്ടം കൊടുത്താൽ താഴോട്ട് വരുന്നു. അതുപോലെ നമ്മൾ സാധാരണ നോർമലി കൊടുക്കുന്നത് മീഡിയമാണ്. മിഡിലാണ്. മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ മിഡിലിൽ നിൽക്കുന്നു. അതുപോലെ നമുക്ക് THൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ കൊടുക്കുന്നു. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ലഭിക്കുന്നു. അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് കളർ ഹെഡിങ്ങിൻ്റെ കളർ ഞാൻ വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് കളർ കൊടുത്തു. ഇനി ഇതുപോലെ TDയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഒരു യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യെല്ലോ കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസ് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പാഡിങ്ങും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാൻ TDയുടെ പാഡിങ് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നു. 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പാഡിങ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് പാഡിങ് കൊടുക്കാവുന്നതാണ്. പാഡിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ ടേബിളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് ഓരോ റോയുടെ മുകളിലും നമുക്ക് മൗസ് ഇതുപോലെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ റോ സെലക്റ്റായി കാണിക്കണം ഒരു പ്രത്യേക കളറിൽ. അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഹോവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൗസ് അതിന് മുകളിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്നാണ്. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഒരു ഗ്രേ കളർ കിട്ടണം. ഗ്രേ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് ഇതുപോലെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു റോ ഇതുപോലെ സെലക്ട് ആവുന്നു. സോ ഇത് നമുക്ക് വരണമെങ്കിൽ ഇതുപോലെ TR ഹോവർ എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. സോ ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് ഒന്നിടവിട്ട റോക്ക് പ്രത്യേകം കളർ കൊടുക്കണമെങ്കിൽ സോ അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമ്മൾ നമ്മൾ NTH ചൈൽഡ് എന്ന് കൊടുക്കുന്നു. സോ ഇതിൽ നമ്മൾ ആദ്യം ഓഡ് എന്ന് കൊടുക്കുന്നു. ഓഡ് എന്ന് കൊടുത്ത് അതിനുള്ളിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. സോ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊരു യെല്ലോ കൊടുക്കുന്നു. യെല്ലോ ഗ്രീൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ കാണാൻ കഴിയും. സോ നമ്മൾ ഒരുപാട് റോസ് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവാൻ സാധിക്കും. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. ഇതുപോലെ നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നത് അത് ഒന്നിടവിട്ട റോയിൽ ഇതുപോലെ അപ്ലൈ ആവുന്നതാണ്. സോ അതുപോലെ നമുക്ക് ഈവൺ ആക്കി കൊടുത്താൽ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഈവൺ ആക്കി കൊടുത്താൽ ഒന്നാമത്തെ കോളത്തിൽ നിന്നും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് TR/NTH ചൈൽഡ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്നിടവിട്ട റോസിന് ഇതുപോലെയുള്ള കളർ കൊടുക്കാൻ സാധിക്കുന്നതാണ്.